ഹലോ വെൽക്കം ടു കിച്ചൺ ലവ് വിത്ത് ലെസി. ഇന്ന് ഞാനിവിടെ ഒരു ക്രിസ്പി സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്, റിബൺ പക്കോട. ഇതെൻ്റെ അനിയത്തിയുടെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ 1 കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. ഇത് നൂൽപ്പിട്ടിൻ്റെ അതായത് ഇടിയപ്പത്തിൻ്റെ പൊടിയാണ്, തരിയില്ലാത്ത പൊടിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് 1/4 കപ്പ് കടലമാവ് ചേർക്കാം. ഇനി ഒരു 1/4 കപ്പ് പൊട്ടുകടല പൊടിച്ചത് നമുക്ക് ചേർക്കാം. ഇതാണ് പൊട്ടുകടല. ഇത് തരിയില്ലാതെ നന്നായിട്ട് പൊടിയണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കണം. നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായം, ഒരു 1/4 ടീസ്പൂൺ എള്ള്, 1/4 ടീസ്പൂൺ ജീരകം, സാദാ ജീരകം, ഒരു 1/4 ടീസ്പൂൺ അയമോദകം. ഇത് നമ്മുടെ പക്കോടയ്ക്ക് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. പിന്നെ 1 ടീസ്പൂൺ നെയ്യാണ്. നെയ്യോ ബട്ടറോ എന്ത് വേണേലും നമുക്കിതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും. ഇനി ഇതിലേക്ക് ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ട് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ച് നോക്കിയിട്ട് നമുക്ക് ചപ്പാത്തിക്കൊക്കെ കുഴക്കുന്നത് പോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മളിതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പൊട്ടുകടല പൊടിക്കുമ്പോൾ നന്നായിട്ട് പൊടിയണം, അല്ലെങ്കിൽ അത് ചില്ലിൻ്റെ ഉള്ളിൽ സ്റ്റക്കായി പോവും. അതുപോലെ തന്നെ ജീരകവും എള്ളും ചേർക്കുമ്പോൾ അളവ് കൂടിപ്പോയാലും കറക്റ്റ് ഷേപ്പ് നമുക്ക് കിട്ടില്ല. ഞാനിതിവിടെ നന്നായിട്ട് കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ആവശ്യം എന്ന് വെച്ചാൽ, നമ്മൾ നൂൽപുട്ടൊക്കെ ഉണ്ടാക്കുന്ന ആ ഒരു സേവനാഴിയാണ്. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന ചില്ല് വ്യത്യാസമാണ്. ഈ ടൈപ്പ് ചില്ലാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ ഈ ഹോൾസിന് പകരം നിങ്ങളുടെ കയ്യിൽ ഒറ്റ ലൈനായിട്ടുള്ള ഹോളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം. ഇതിൽ ഞാൻ കുറച്ചെടുത്തിട്ട് സേവനാഴിയിലേക്ക് ഇടുകയാണ്. ബാക്കിയുള്ളത് നമുക്ക് അടച്ചു വെക്കാം, അല്ലെങ്കിൽ അത് ഹാർഡായി പോകും. അപ്പോൾ ഓയിൽ ഇവിടെ ചൂടായിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്കൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഒരു തിൻ ലെയറായിട്ട് ഒറ്റ ലെയറായിട്ട് എടുക്കുന്നതാണ് നല്ലത്. നമുക്ക് വേഗം അത് കുക്കായിട്ട് കിട്ടും. ഇതിപ്പോൾ ഒരു സൈഡ് കുക്കായിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇനി ഇതിപ്പോൾ ഇവിടെ ആയിട്ടുണ്ട്. ഇതൊരു പ്ലേറ്റിലേക്ക് നമുക്ക് മാറ്റിയിടാം. ഇത് നമ്മൾ പ്ലേറ്റിലേക്ക് എടുത്ത് വെച്ചാലും ഒന്നുകൂടെ അവിടെ ഇരുന്നിട്ടത് ക്രിസ്പി ആവും. അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ നമുക്ക് ആക്കിയെടുക്കാം. അപ്പോൾ റിബൺ പക്കോട ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ മറക്കാതെ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. ഇവിടേക്ക് ഉണ്ടാക്കിയിട്ട് ഞങ്ങളൊന്ന് നടക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. 2 മാസത്തിന് ശേഷം ഞങ്ങളൊന്ന് നടക്കാൻ ഇറങ്ങിയതാണ്.